Hello my dear children. Today we can discuss chapter 5, governing ourselves. Then in this chapter we will discuss about our central government, Lok Sabha, Rajya Sabha, President, and forming the government, state government, etc. Then we already studied that India is divided into 28 states and 9 union territories. പുതിയ റൂൾസ്, അതായത് പുതിയതായിട്ട് രൂപം കൊണ്ടത് 28 സ്റ്റേറ്റ്സ് ആണ്. പിന്നെ 29 സ്റ്റേറ്റ്സ് ഉള്ളത് ഡിവൈഡ് ചെയ്ത് ഒരെണ്ണം മാറിപ്പോയിട്ട് 28 സ്റ്റേറ്റ്സും 9 യൂണിയൻ ടെറിട്ടറീസുമാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കട്ടെ. 9 യൂണിയൻ ടെറിട്ടറീസ് ഏതാണ്, ഏത് സ്റ്റേറ്റ് മാറിപ്പോയിട്ടാണ് 28 ആയത് എന്നൊക്കെ ഉള്ളത് കണ്ടുപിടിച്ച് ഒരു അസൈൻമെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. 28 സ്റ്റേറ്റ്സിൻ്റെ നെയിമും 9 യൂണിയൻ ടെറിട്ടറീസും. ദെൻ the Constitution of India provides for a government at the center and one in each state. This has been done to govern the country properly. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചല്ലേ. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു പോയതാണല്ലോ. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് അല്ലേ, പഠിച്ചു പോയ കാര്യങ്ങളാണ്. അപ്പം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യം എങ്ങനെയാണ് ഭരിക്കപ്പെടേണ്ടതിനെക്കുറിച്ചുള്ള വ്യക്തമായൊരു കാഴ്ചപ്പാട് അതിനുള്ളിൽ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചാണ് നമ്മുടെ രാജ്യം ഭരിക്കപ്പെടുന്നത്. ആൻഡ് ദ പവേഴ്സ് ഓഫ് ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഹാവ് ബീൻ ക്ലിയർലി റിട്ടൺ ഡൗൺ ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും, സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ സ്റ്റേറ്റ് അല്ലേ, കേരളത്തിലെ. ദെൻ സെൻട്രൽ ഗവൺമെൻറ് എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്. ദ പവേഴ്സ് ഓഫ് ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഹാവ് ബീൻ ക്ലിയർലി റിട്ടൺ ഡൗൺ ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഫോർ എക്സാമ്പിൾ, ഡിഫെൻഡിങ് ദി കൺട്രി ഈസ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഡ്യൂട്ടി അവർക്ക് വേർതിരിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുക എന്നൊക്കെയുള്ളത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ മെയിൻറ്റെയിനിങ് ലോ ആൻഡ് ഓർഡർ വിത്തിൻ എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിനുള്ളിലെ നിയമം നോക്കി നടത്തേണ്ടത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ചുമതലയാണ്. അപ്പം രണ്ടിനും ഓരോ ഡ്യൂട്ടി ഡിവൈഡ് ചെയ്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകിയിട്ടുണ്ട്. The central government helps the state governments whenever the need arises. അതുപോലെ തന്നെ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉള്ളപ്പോഴത്തേക്കും നമുക്ക് സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് സഹായം നമുക്ക് ലഭിക്കുകയും ചെയ്തു. അത് പ്രളയത്തിൻ്റെ ഒക്കെ സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നൊക്കെ നമുക്ക് അരിയൊക്കെ കൊണ്ട് തന്നെ എത്തിച്ചായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് നൽകുന്നതായിരിക്കും. എന്താണ് സെൻട്രൽ ഗവൺമെൻറ്? വാട്ട് ഈസ് സെൻട്രൽ ഗവൺമെൻറ്? ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ ദി Union government makes laws for the whole country. The central government or the union government makes laws for the whole country. Whole countryക്ക് വേണ്ട ലോസ് നിർമ്മിക്കുന്നത് ഈ സെൻട്രൽ ഗവൺമെൻറ് ആണ്. And this law making body is known as the parliament. എന്താണ് പാർലമെൻറ്റ്? law making body is known as parliament. law making body is known as the parliament. Underline, law-making body is known as the Parliament, and it consists of the President of India. It consists of President of India and the two houses. ഏതൊക്കെയാണ്? ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ്. ഇതൊക്കെ കൂടുന്നതാണ് നമ്മുടെ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. The law-making body is known as the Parliament, and it consists of President of India and the two houses, the Lok Sabha and the Rajya Sabha. Who is the President of India? Who is the President of India? അറിയാമോ ആർക്കെങ്കിലും? അറിയാത്തവരെ കണ്ടുപിടിച്ചിടും കേട്ടോ. ഏതാണ്? രാംനാഥ് കോവിന്ദ് is the President of India. Then Lok Sabha. What is Lok Sabha? എന്താണ് ലോക് സഭ എന്ന് പറയുന്നത്? The Lok Sabha is the highest law-making body in the country. The Lok Sabha is the highest law-making body in the country, and it is also known as the House of the People or the lower house. The Lok Sabha is also known as House of the People or the lower house. The Lok Sabha is also known as House of the People or the lower house. The Lok Sabha is the
highest law-making body in the country. Which is the highest law-making body in the country? Lok Sabha. The Lok Sabha is the highest law-making body in the country, and it's also known as the House of the People or the lower house. Its members are elected directly by the people. ഇതിലെ മെമ്പേഴ്സിനെ എങ്ങനെയാണ് ഇലക്ട് ചെയ്യുന്നത്? ജനങ്ങളാൽ തന്നെ ഇലക്ട് ചെയ്യുന്ന മെമ്പേഴ്സാണ് ഈ ലോക്സഭയിൽ ഉള്ളത്. ഇറ്റ്സ് മെമ്പേഴ്സ് ആർ ഇലക്റ്റഡ് ഡയറക്ട്ലി ബൈ ദി പീപ്പിൾ. ദ സ്പീക്കർ ഗൈഡ്സ് ദി പ്രൊസീഡിങ്സ് ഇൻ ദി ലോക്സഭ. ലോക്സഭയിലെ കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കുന്ന സ്പീക്കറാണ്. നമ്മൾ ന്യൂസിലൊക്കെ കാണാം അല്ലേ? ദ സ്പീക്കർ ഗൈഡ്സ് ദി പ്രൊസീഡിങ്സ് ഇൻ ദി ലോക്സഭ ആൻഡ് ഹി ഈസ് ഇലക്റ്റഡ് ബൈ ദി മെമ്പേഴ്സ് ഓഫ് ദി ഹൗസ്. ഈ ലോക്സഭയിലെ മെമ്പേഴ്സ് ഇലക്ട് ചെയ്യാണ് സ്പീക്കറിന്. ദെൻ ഹു ഈസ് ദി സ്പീക്കർ? ആരാണ് സ്പീക്കർ ഓഫ് ഇന്ത്യ? ഒക്കെ കണ്ടുപിടിച്ചോളാം കേട്ടോ. OM ബിർള. എഴുതി വെച്ചോളാം കേട്ടോ, ഓരോന്നും നോട്ട് ദി പോയിന്റ്. OM ബിർള ഇസ് ദി സ്പീക്കർ ആൻഡ് ദ സ്പീക്കർ ഗൈഡ്സ് ദി പ്രിസൈഡിങ് ഇൻ. ലോക്സഭയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് സ്പീക്കറാണ്. ആൻഡ് ഈസ് ഇലക്റ്റഡ് ബൈ ദി മെമ്പേഴ്സ് ഓഫ് ദി ഹൗസ്. ലോക്സഭയിലെ മെമ്പേഴ്സ് ഇലക്ട് ചെയ്താണ് സ്പീക്കറിനെ. അതുപോലെ തന്നെ ദ മെമ്പേഴ്സ് ഓഫ് ദി ലോക്സഭ ആർ ഇലക്റ്റഡ് ഫോർ എ ടേം ഓഫ് 5 years. എത്ര വർഷത്തേക്കാണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത്? ഇറ്റ്സ് ഫോർ ലോക്സഭയിലെ മെമ്പേഴ്സിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 5 years ആണ്. നമുക്കറിയാം ഇലക്ഷൻ നടക്കുന്നത് ഓരോ 5 വർഷം കൂടുമ്പോഴാണ് ഇലക്ഷൻ നടക്കുന്നത് അല്ലേ? അപ്പോൾ ആ 5 വർഷത്തെ കാലാവധിയാണ് ഈ മെമ്പേഴ്സ് ഓഫ് ദി ലോക്സഭയ്ക്ക് ഉള്ളത്. ആൻഡ് എനി ഇന്ത്യൻ സിറ്റിസൺ ഹു ഈസ് 18 years ഓഫ് ഏജ് ഓർ എബോവ് ക്യാൻ വോട്ട് ദി ജനറൽ ഇലക്ഷൻ. പ്രായപൂർത്തി, അതായത് 18 വയസ്സായ ഏതൊരു പൗരനും നമുക്ക് വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നുണ്ട്. അവർക്ക് നമ്മുടെ സാധ്യതകളെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നു. ദ ഹോൾ കൺട്രി ഹാസ് ബി ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് സ്മോൾ ഏരിയാസ് കോൾഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ്. നിയോജക മണ്ഡലങ്ങൾ. നമ്മൾ ഇന്ത്യയെ ചെറിയ ചെറിയ നിയോജക മണ്ഡലങ്ങളായിട്ട് തിരിച്ചിരിക്കും. നമുക്കറിയാം നമ്മുടെ സ്കൂളിൽ ഓരോ ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഓരോ ക്ലാസ്സുകളെ ഓരോ ഡിവിഷനൊക്കെ ആയിട്ട്. അതുപോലെ നമ്മുടെ ഹോൾ കൺട്രി ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് സ്മോൾ ഏരിയാസ് കോൾഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ്. നിയോജക മണ്ഡലങ്ങൾ എന്നാണ് പറയുന്നത്, കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് പറയുന്നത്. ആൻഡ് ദി പേഴ്സൺ ഹു ഗെറ്റ്സ് ദി ഹയസ്റ്റ് നമ്പർ ഓഫ് വോട്ട്സ് ഇൻ ദി ഇലക്ഷൻസ് ഈസ് ഇലക്റ്റഡ് ആസ് എ മെമ്പർ ഓഫ് പാർലമെൻറ്റ്. നമുക്കറിയാം ഹയസ്റ്റ് വോട്ട് കിട്ടിയ ആളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലേ? ദ പേഴ്സൺ ഹു ഗെറ്റ്സ് ദി ഹയസ്റ്റ് നമ്പർ ഓഫ് വോട്ട്സ് ഇൻ ദി ഇലക്ഷൻ ഈസ് ഇലക്റ്റഡ് ആസ് എ മെമ്പർ ഓഫ് പാർലമെൻറ്റ്. MP ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആൻഡ് ഫ്രം ദാറ്റ് ആ കോൺസ്റ്റിറ്റ്യുവൻസിലെ മെമ്പറായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏത് പേഴ്സണാണ് ഹയസ്റ്റ് വോട്ട് കിട്ടിയത് അദ്ദേഹമാണ് മെമ്പർ ഓഫ് ദി പാർലമെൻറ്റ്. ആൻഡ് ദി ലോക്സഭ ക്യാൻ ഹാവ് എ മാക്സിമം ഓഫ് 552 മെമ്പേഴ്സ്. എത്ര മെമ്പേഴ്സ് ഉണ്ട് ലോക്സഭയിൽ? 552. അതായത് നമ്മുടെ ഇന്ത്യയിൽ എത്ര കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ടെന്നറിയാവോ? 543 കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ 543 കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ് ഉള്ളത്. നമ്മുടെ കേരളത്തിൽ എത്ര നിയോജക മണ്ഡലം, എത്ര കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ടെന്നറിയാമോ? കോൺസ്റ്റിറ്റ്യുവൻസി മീൻസ് നിയോജക മണ്ഡലം. കേരളത്തിൽ എത്ര ഉണ്ടെന്നറിയാമോ? 140. നോട്ട് ചെയ്യട്ടോ, 140 കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇൻ കേരള. ഇന്ത്യയിലോ 543. ദെൻ നമ്മൾ പറഞ്ഞു 552 മെമ്പേഴ്സ് ലോക്സഭയിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ആൻഡ് 530 ഡയറക്റ്റ് ഇലക്റ്റഡ് ഫ്രം സ്റ്റേറ്റ്സ്. സ്റ്റേറ്റിൽ നിന്ന് ഇലക്ട് ചെയ്യുന്ന 530 ആൾക്കാരും, അതുകൂടാതെ തന്നെ 13 പേര് യൂണിയൻ ടെറിട്ടറീസ്. നമ്മൾ പറഞ്ഞു 9 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടെന്നല്ലേ. ആ 9 യൂണിയൻ ടെറിട്ടറീസിൽ നിന്നുള്ള 13 മെമ്പേഴ്സും അതുകൂടാതെ 2 മെമ്പേഴ്സിനെ നമ്മുടെ പ്രസിഡൻറ്റ് നോമിനേറ്റ് ചെയ്തു. അങ്ങനെയാണ് ടോട്ടൽ 552 മെമ്പേഴ്സ് നമ്മുടെ ലോക്സഭയിൽ ഉള്ളത്. 543 കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ടെന്ന് പറഞ്ഞു. കേരളത്തിൽ 140 കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 530 ഇലക്റ്റഡ് ബൈ ദി സ്റ്റേറ്റിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 530 മെമ്പേഴ്സും അതുകൂടാതെ 13 പേര് യൂണിയൻ ടെറിട്ടറീസും പിന്നീട് 2 നോമിനേറ്റഡ് ബൈ ദി പ്രസിഡൻറ്റ്. അങ്ങനെയാണ് ടോട്ടൽ 552 മെമ്പേഴ്സാണ് ലോക്സഭയിൽ ഉള്ളത്. മനസ്സിലായോ ലോക്സഭയെക്കുറിച്ച്? ദി ലോക്സഭ ഈസ് ദി ഹയസ്റ്റ് ലോ മേക്കിംഗ് ബോഡി ഇൻ അവർ കൺട്രി. ലോക്സഭ ഈസ് ദി ഹയസ്റ്റ് ലോ മേക്കിംഗ്
body in the country, and it's also known as the House of the People or the lower house, and its members are elected directly by the people, and the speaker guides the proceeding in the Lok Sabha. One word question ചോദിക്കും കേട്ടോ. Who guides the proceedings of the Lok Sabha? ആരാണ്? സ്പീക്കർ. Then the members of the Lok Sabha are elected for a term of 5 years. എത്രയാണ് കാലാവധി? It's 5 years. And any Indian citizen who is 18 years of age or above can vote the general elections, and the whole country has been divided into number of small areas called a constituency. What is constituency? The whole country has been divided into number of small areas is called a constituencies, and there is 543 constituencies in India, 140 constituencies in Kerala, and the person who gets the highest number of votes in the elections is elected as a member of parliament from that constituency. The Lok Sabha can have a maximum of 552 members. 552 members is there. നോക്കി അവിടെ ഒരു പിക്ചർ എടുക്കുന്നുണ്ടല്ലേ. ദ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ഇൻ ന്യൂഡൽഹി. ദ ബിൽഡിംഗ് വാസ് ഡിസൈൻഡ് ബൈ സർ എഡ്വിൻ ലൂട്ടിൻസ്. നമ്മൾ പഠിച്ചു അല്ലേ, 4th ക്ലാസ്സിൽ ഒരു എഡ്വിൻ ലൂട്ടിൻസ് നിർമ്മിച്ചത് എന്താണ്? ഒരു റോക്ക് ഗാർഡൻ അല്ലേ. ആ എഡ്വിൻ ലൂട്ടിൻസ് തന്നെയാണ് ഈ നമ്മുടെ ന്യൂഡൽഹിയിലെ പാർലമെൻറ്റ് മന്ദിരവും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടുപേരാണ്, സർ എഡ്വിൻ ലൂട്ടിൻസ് ആൻഡ് സർ ഹെർബർട്ട് ബേക്കർ. ദേ വെർ ദി ഡിസൈൻഡ് ബൈ the Parliament of India in New Delhi. The building was designed by Sir Edwin Lutyens and Sir Herbert Baker. These are the designed by the Parliament in New Delhi. The next one, Rajya Sabha. Rajya Sabha. നമ്മൾ ആദ്യം പഠിച്ചു Lok Sabha. The next one is Rajya Sabha. The Rajya Sabha is the upper house of the പാർലമെൻറ്റ്. അപ്പർ ഹൗസ്, മറ്റേ നമ്മൾ ലോക്സഭ ലോവർ ഹൗസ് എന്ന് പറഞ്ഞല്ലേ. രാജ്യസഭ ഈസ് ദി അപ്പർ ഹൗസ് ഓഫ് പാർലമെൻറ്റ് ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ് ആർ നോട്ട് ഇലക്റ്റഡ് ഡയറക്ട്ലി ബൈ ദി പീപ്പിൾ. ഇതിലെ മെമ്പേഴ്സിനെ ജനങ്ങളല്ല സെലക്ട് ചെയ്യുന്നത്. പിന്നെ ആരായിരിക്കും? മെമ്പേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. സ്റ്റേറ്റിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെ മെമ്പേഴ്സാണ് ഇവരെ സെലക്ട് ചെയ്യുന്നത്. The Rajya Sabha is the upper house of the parliament and its members are not elected directly by the people, and the members of the state legislative assemblies and union territories elect them. There can be a maximum of 250 members in Rajya Sabha. How many members in Rajya Sabha? 250 members in Rajya Sabha. Of these 238 are elected members. 238 പേര് elected മെമ്പേഴ്സും and 12 members are nominated by the President of India. 12 പേരെ President of India പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നു. 238 പേരെ ഡയറക്റ്റായിട്ട് ഇലക്റ്റഡ് മെമ്പേഴ്സും ബാക്കിയുള്ള 12 members ക്യാൻ നോമിനേറ്റഡ് ബൈ ദി പ്രസിഡന്റ്. നോമിനേറ്റ് എന്ന് വെച്ചാൽ നാമനിർദ്ദേശം നമുക്ക് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നോമിനേറ്റിൻ്റെ മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കിയേ. ടു അപ്പോയിൻറ്റ് ടു ആൻ ഓഫീസ്. പ്രസിഡന്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, അതാണ് നോമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം 12 പേരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യും, ബാക്കിയുള്ള 238 ഇലക്റ്റഡ് മെമ്പേഴ്സും. അപ്പം ടോട്ടൽ ഹൗ മെനി മെമ്പേഴ്സ് ഇൻ രാജ്യസഭ? 250. മാറിപ്പോലെ. ലോക്സഭയിലോ ഹൗ മെനി മെമ്പേഴ്സ് ഇൻ ലോക്സഭ? 552. രാജ്യസഭയിൽ 230. രണ്ടും നോക്കി പഠിച്ചാണ് കേട്ടോ. ലോക്സഭ എന്നൊരു കോളം എഴുതിയിട്ട് ലോക്സഭയെക്കുറിച്ച് എഴുതുക, രാജ്യസഭ എന്നൊരു കോളം എഴുതിയിട്ട് രാജ്യസഭയുടെ കാര്യങ്ങൾ എഴുതുക. അങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിക്കുക. ദ മെമ്പേഴ്സ് ഓഫ് ദി രാജ്യസഭ ആർ ഇലക്റ്റഡ് ഫോർ എ ടേം ഓഫ് 6 years. ഇവൻ്റെ കാലാവധി എത്ര വർഷമാണ്? സിലക്റ്റഡ് ഫോർ 6 years. രാജ്യസഭയിലെയോ 5 years അല്ലേ. രാജ്യസഭ 5 years ആൻഡ് ലോക്സഭയിലെ മെമ്പേഴ്സിൻ്റെ കാലാവധി ദറ്റ് ഈസ് ടേം ഫോർ 6 years. And 1/3 of its members retire every 2 years. 2 വർഷം കൂടുമ്പോഴത്തേക്ക് ഇവൻ്റെ മെമ്പേഴ്സ് എപ്പോഴും റിട്ടയർ ചെയ്ത് 1/3 ഭാഗം ആൾക്കാരും 2 വർഷം കൂടുമ്പോൾ റിട്ടയറും ചെയ്യും.
അങ്ങനെ റിട്ടയർമെൻറ്റ് ചെയ്യുമ്പം ദേ ആർ റീപ്ലേസ്ഡ് ബൈ ന്യൂ മെമ്പേഴ്സ്, പുതിയ ആളെ സെലക്ട് ചെയ്യും അല്ലേ. ദ വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഈസ് ദി ചെയർമാൻ ഓഫ് ദി രാജ്യസഭ. ഹു ഇസ് ദി വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ? വെങ്കയ്യ നായിഡു. ആരാണ് വൈസ് പ്രസിഡൻറ്റ്? വെങ്കയ്യ നായിഡു. ഇതെല്ലാം നോക്കിക്കണം കേട്ടോ. പ്രസിഡൻ്റ് ആരാണ്, വൈസ് പ്രസിഡൻ്റ് ആരാണ്, സ്പീക്കർ ആരാണ്, ഒക്കെ നിങ്ങൾ എഴുതി വായിച്ച് പഠിക്കണം. സോ ദ വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഈസ് ദി ചെയർമാൻ ഓഫ് ദി രാജ്യസഭ എന്ന് പറഞ്ഞു. രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത് വൈസ് പ്രസിഡൻ്റ് ആണെന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ രാജ്യസഭയെക്കുറിച്ച്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദി പ്രസിഡൻറ്റ്. അടുത്ത പ്രസിഡൻറ്റ്. ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഈസ് ദി ഹെഡ് ഓഫ് ദി കൺട്രി. പ്രസിഡൻറ്റ് ആരാണെന്ന് നമ്മൾ പറഞ്ഞത്? രാംനാഥ് കോവിന്ദ് അല്ലേ. ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഈസ് ദി ഹെഡ് ഓഫ് ദി കൺട്രി. ഹെഡ് ഓഫ് ദി കൺട്രി എന്ന് പറയുന്നത്, രാഷ്ട്രത്തിൻ്റെ തലവൻ എന്ന് പറയുന്നത് ദ പ്രസിഡൻ്റ് ആണ്. ആൻഡ് ദി മെമ്പേഴ്സ് ഓഫ് ദി ലോക്സഭ, ദ രാജ്യസഭ ആൻഡ് ദി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഇലക്റ്റഡ് ദി പ്രസിഡൻറ്റ്. ആരാണ് ഈ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്? ആരൊക്കെ കൂടിയിട്ടാണ്? ലോക്സഭയിലെ മെമ്പേഴ്സ്, രാജ്യസഭയിലെ മെമ്പേഴ്സ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് അല്ലേ, ഇവരൊക്കെ കൂടി ചേർന്നാണ് നമ്മൾ പ്രസിഡൻറ്റിനെ സെലക്ട് ചെയ്യുന്നത്. ദ പ്രസിഡൻറ്റ് ഈസ് ഇലക്റ്റഡ് ഫോർ എ ടേം ഓഫ് 5 years. പ്രസിഡൻറ്റിനും 5 വർഷമേ കാലാവധിയുള്ളൂ. പക്ഷേ രാജ്യസഭയിലെ മെമ്പേഴ്സിന് മാത്രമാണ് 6 years കാലാവധി ഉള്ളത്. രാജ്യസഭയിലെ മെമ്പേഴ്സാണ് 6 years കാലാവധി ഉള്ളത്. ലോക്സഭയിലെ മെമ്പേഴ്സിന് 5 years. അതുപോലെ തന്നെ രാഷ്ട്രപതിക്കും അല്ലേ, ഇത് പ്രസിഡൻറ്റിനും 5 years ആണ് കാലാവധി. നെക്സ്റ്റ് ഇതവിടെ നോക്കി നമ്മുടെ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഓരോ കാലഘട്ടത്തിലെ പ്രസിഡൻറ്റ്. അതൊക്കെ വായിച്ച് പഠിച്ചോണം കേട്ടോ, ഏതൊക്കെയാണെന്നുള്ളത്, ഏത് വർഷമാണെന്നുള്ളതൊക്കെ നോക്കിക്കൊള്ളുക. നോക്കി ഫോമിങ് ദി ഗവൺമെൻറ്. എങ്ങനെയാണ് ഈ ഗവൺമെൻറ് ഫോം ചെയ്യുന്നത്? ദർ ആർ മെനി പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ അവർ കൺട്രി. പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലേ, എന്താണ് പൊളിറ്റിക്കൽ പാർട്ടീസ്? രാഷ്ട്രീയ പാർട്ടി. നിങ്ങൾക്കെല്ലാം അറിയാം അല്ലേ പാർട്ടീസ്. അതിൻ്റെ ഡിഫൈൻ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് വേഴ്സിനോ അല്ലെ. പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹാവിങ് കോമൺ എയിംസ് ആൻഡ് ഐഡിയാസ്. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫോർ എ കോമൺ എയിംസ് ആൻഡ് ഐഡിയാസ്. കോമൺ ഐഡിയയും അതുപോലെ തന്നെ എയിംസും ഒക്കെയുള്ളത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നമ്മൾ പാർട്ടീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമല്ലേ എത്ര പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യ ഉണ്ട്? ഇന്ത്യയിൽ എത്ര പാർട്ടീസ് ഉണ്ട്? ഒരുപാട് പാർട്ടീസ് ഉണ്ട്. റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന 2598 പാർട്ടീസ് ഉണ്ട്. പക്ഷേ അതിൽ മെയിനായിട്ട് സ്റ്റേറ്റ് പാർട്ടീസ് എന്ന് പറയുന്നത് 52 മെയിൻ പാർട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ 8 നാഷണൽ പാർട്ടീസ്. 52 സ്റ്റേറ്റ് പാർട്ടീസ് ഉണ്ട്, 52 സ്റ്റേറ്റ് പാർട്ടീസ് ഉണ്ട്, 8 നാഷണൽ പാർട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ റെക്കഗ്നൈസ് ചെയ്യാത്ത 2538 പാർട്ടീസും ഉണ്ട്. അപ്പോൾ മെയിനായിട്ടും 8 നാഷണൽ പാർട്ടീസും 52 സ്റ്റേറ്റ് പാർട്ടീസുമാണ് ഉള്ളത്. നമുക്കറിയാം അല്ലേ ഓരോ പാർട്ടീസിനെ കുറിച്ചൊക്കെ. ദെൻ ദർ ആർ മെനി പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ അവർ കൺട്രി ആൻഡ് ദിസ് മൾട്ടി പാർട്ടി സിസ്റ്റം ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അവർ ഡെമോക്രസി. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് തന്നെ ഈ പാർട്ടി ആണ്. ആൻഡ് ഇൻ എ ജനറൽ ഇലക്ഷൻ ഡിഫറെൻറ്റ് പാർട്ടീസ് ഫിർ ദർ കാൻഡിഡേറ്റ്സ്. നമുക്കറിയാം ഒരു ഇലക്ഷൻ നടക്കുന്നത് എങ്ങനെയാണെന്നല്ലേ. ഓരോ പാർട്ടിയും ഓരോ സ്ഥാനാർത്ഥികൾ കാണും. ആ സ്ഥാനാർത്ഥികൾ ഇലക്ഷൻ നിൽക്കുന്നു, പിന്നെ അവർക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നു, വോട്ട് ചെയ്ത് അവരെ ജയിപ്പിക്കുന്നു. അങ്ങനെയാണ്. നിങ്ങൾക്ക് അറിയാമെന്നല്ലേ നമ്മുടെ സ്കൂൾ ഇലക്ഷൻ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ സ്കൂൾ ഇലക്ഷൻ, നമ്മുടെ സ്കൂളിലെ ലീഡറിനെ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെയും കാര്യങ്ങൾ. ദെൻ ഇൻ എ ജനറൽ ഇലക്ഷൻ ഡിഫറെൻറ്റ് പാർട്ടീസ് ഫോർ ദ കാൻഡിഡേറ്റ്സ് ആൻഡ് പീപ്പിൾ വോട്ട് ഫോർ ദി കാൻഡിഡേറ്റ്സ്. ജനങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള കാൻഡിഡേറ്റ്സിനെ നോക്കി അവർ വോട്ട് ചെയ്യുന്നു. ആൻഡ് ദ പാർട്ടി ദാറ്റ് ഗെറ്റ്സ് ദി മാക്സിമം സീറ്റ്സ് ഇൻ ദി ലോക്സഭ ഫോം ദി ഗവൺമെൻറ് അറ്റ് ദി സെൻറ്റർ. മാക്സിമം അതായത് ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടിയാണ് ഭരിക്കാനായിട്ട് കയറുന്നത് അല്ലേ. ദ പാർട്ടി ദാറ്റ് ഗെറ്റ്സ് ദി മാക്സിമം സീറ്റ് ഇൻ ലോക്സഭ. ലോക്സഭയിൽ മാക്സിമം സീറ്റ് കിട്ടുന്ന പാർട്ടി ഏതാണോ ആ പാർട്ടിയാണ് ഗവൺമെൻറ് ഫോം ചെയ്യുന്നത്. ആൻഡ് ദി പ്രസിഡൻറ്റ് അപ്പോയിൻറ്റ്സ് ദി ലീഡർ ഓഫ് ദിസ് പാർട്ടി ആസ് ദി പ്രൈം മിനിസ്റ്റർ. അങ്ങനെ പ്രസിഡൻറ്റ് ഈ പാർട്ടിയുടെ ലീഡറിനെ നമ്മൾ പ്രൈം മിനിസ്റ്ററായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നു. ആൻഡ് ഷീ ഓർ ഹീ ദെൻ ഫോംസ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അങ്ങനെ ഈ പ്രൈം മിനിസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ ദേ ഫോംസ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്. ഇതൊക്കെ
ഇതിന് ശേഷം രൂപീകരിക്കപ്പെടുന്നതാണ്. അതായത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെ സെലക്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം ദി പ്രൈം മിനിസ്റ്റർ ഫോംസ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് എന്നൊക്കെ നമ്മൾ ഫോം ചെയ്യുന്നത് ഈ പ്രൈം മിനിസ്റ്ററിൻ്റെ കീഴിലാണ്. അതുപോലെ തന്നെ ദ മിനിസ്റ്റേഴ്സ് മസ്റ്റ് ബി മെമ്പേഴ്സ് ഓഫ് ദി പാർലമെൻറ്റ്, അങ്ങനെ പാർലമെൻറ്റിലെ മെമ്പേഴ്സ് ആയിരിക്കണം ഈ മിനിസ്റ്റേഴ്സൊക്കെ. മനസ്സിലായോ? എനിക്ക് ചെക്ക് പോയിൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ്, ട്രൂ ഓർ ഫാൾസ്? ദ പാർലമെൻറ്റ് മേക്സ് ലോസ് ഫോർ അവർ കൺട്രി. പാർലമെൻറ്റാണ് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള നിയമങ്ങൾ നിർമ്മിക്കുന്നത്. ഇറ്റ്സ് ട്രൂ അല്ലേ? നോക്കി നെക്സ്റ്റ് വൺ. ദ രാജ്യസഭ ഈസ് ദി ലോവർ ഹൗസ് ഓഫ് ദി പാർലമെൻറ്റ്. രാജ്യസഭ ആണോ ലോവർ ഹൗസ്? അല്ല, ലോക്സഭയാണ് ലോവർ ഹൗസ്. രാജ്യസഭ എന്ന് പറയുന്നത് അപ്പർ ഹൗസാണ്. ആൻഡ് തേർഡ് വൺ, ദ പ്രൈം മിനിസ്റ്റർ ഈസ് ദി ഹെഡ് ഓഫ് അവർ കൺട്രി. പ്രൈം മിനിസ്റ്റർ ആണ് ഹെഡ് ഓഫ് അവർ കൺട്രി? അല്ല, ദി പ്രസിഡന്റ് ഈസ് ദി ഹെഡ് ഓഫ് ദി കൺട്രി. ഇറ്റ്സ് എ ഫാൾസ്. ഫോർത്ത് വൺ, ഇന്ത്യ ഹാസ് എ മൾട്ടി പാർട്ടി സിസ്റ്റം. ഇറ്റ്സ് ട്രൂ അല്ലേ? ഇന്ത്യയിൽ ഒരുപാട് പാർട്ടീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ നോക്കിയേ സ്റ്റേറ്റ് ഗവൺമെൻറ്. അടുത്ത് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലേ? നമ്മുടെ സ്റ്റേറ്റിലെ ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്. എവരി സ്റ്റേറ്റ് ഹാസ് എ ലെജിസ്ലേറ്റീവ് അസംബ്ലി. എവരി സ്റ്റേറ്റ് ഹാസ് എ ലെജിസ്ലേറ്റീവ് അസംബ്ലി. എല്ലാ സ്റ്റേറ്റിനും എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെ നിയമസഭകൾ ഉണ്ട്. ഇറ്റ് മേക്സ് ലോസ് ഫോർ ദി സ്റ്റേറ്റ്. നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ട നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. ആൻഡ് ദി മെമ്പേഴ്സ് ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓർ ദി MLA അല്ലേ? ആരാണ് MLA? മെമ്പേഴ്സ് ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി. നമ്മുടെ MLA ആരാ? വളരെ ഫേമസ് ആണല്ലേ? ആരാണ്? PC ജോർജ് അല്ലേ? ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി ആർ ഇലക്റ്റഡ് ബൈ പീപ്പിൾ. ജനങ്ങൾ തന്നെയാണ് അവരെ ഇലക്റ്റ് ചെയ്തെടുക്കുന്നത്. ആൻഡ് ഹു ആർ മോർ ദാൻ 18 ഇയേഴ്സ് ഓഫ് ഏജ്. 18 വയസ്സ് കൂടുതലുള്ള ആളിന് മാത്രമേ ഇലക്ഷന് വോട്ട് ചെയ്യാനും നിൽക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ആൻഡ് ദേ ആർ ഇലക്റ്റഡ് ഫോർ എ ടേം ഓഫ് 5 years. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് MLAക്ക് അതായത് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 5 years ആണ്. ഓൺലി രാജ്യസഭയിലെ മെമ്പേഴ്സിന് മാത്രമാണ് 6 years കാലാവധി ഉള്ളത്. അന്ന് നോട്ട് ചെയ്തണം കേട്ടോ. ബാക്കിയുള്ളവർക്കെല്ലാം 5 years ആണ് കാലാവധി. ആഫ്റ്റർ ദി അസംബ്ലി ഇലക്ഷൻസ് ദ ഗവർണർ ഇൻവൈറ്റ്സ് ദി ലീഡർ ഓഫ് ദി പാർട്ടി. ആരാണ് ഗവർണർ നമ്മുടെ? അറിയാവോ? ഹുസ് ദി ഗവർണർ ഓഫ് കേരള? ആരിഫ് മുഹമ്മദ് ഖാൻ. നോട്ട് ചെയ്തണം കേട്ടോ, ആരിഫ് മുഹമ്മദ് ഖാൻ. Then after the assembly election the governor invites the leader of the party. The governor invites the leader of the party and that gets got the maximum seats in the legislative assembly to form the government. അങ്ങനെ മാക്സിമം സീറ്റ് കിട്ടിയ പാർട്ടീസാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ദ ഗവൺമെൻറ് ഫോം ചെയ്യുന്നത്. ആൻഡ് ദി ലീഡർ ഓഫ് ദി മജോറിറ്റി പാർട്ടി ബിക്കംസ് ദി ചീഫ് മിനിസ്റ്റർ. അങ്ങനെ മജോറിറ്റി കിട്ടുന്ന ആളാണ് ലീഡറായിട്ട്, അതായത് ചീഫ് മിനിസ്റ്ററായിട്ട് നമ്മൾ നിയമിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ദി ജുഡീഷ്യറി. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫോർ ആൻ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. നമ്മുടെ ഭരണഘടന ഇൻഡിപെൻഡൻ്റ് ഉള്ള ജുഡീഷ്യറി വിഭാവനം ചെയ്യുന്നു. ആൻഡ് ദി സുപ്രീം കോർട്ട് ഇൻ ന്യൂഡൽഹി ഈസ് ദി ഹയസ്റ്റ് ജുഡീഷ്യൽ ബോഡി ഇൻ അവർ കൺട്രി. വിച്ച് ഈസ് ദ ഹയസ്റ്റ് ജുഡീഷ്യൽ ബോഡി ഇൻ അവർ കൺട്രി? ദ സുപ്രീം കോർട്ട്. അണ്ടർലൈൻ ദ സുപ്രീം കോർട്ട് ഇൻ ന്യൂഡൽഹി ഈസ് ദി highest judicial body in our country and it gives the final judgment in any legal case. എല്ലാ കേസിൻ്റെയും അന്തിമമായ വിധി എന്ന് പറയുന്നത് സുപ്രീം കോർട്ടിലാണ്. It gives the final judgment in any legal case. There can be maximum of 31 judges in the Supreme Court. How many judges in Supreme Court? 31. Total 31 judges in the Supreme Court. And the highest judicial position is that the Chief Justice. Chief Justice ആണ് ഏറ്റവും ഉന്നത അധികാരം ഉള്ളത്. ആൻഡ് ഓൾ ദി ജഡ്ജസ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ആരാണ് ഈ ജഡ്ജസിനെയൊക്കെ നിയമിക്കുന്നത്? ദ പ്രസിഡൻറ്റ് അല്ലേ? പ്രസിഡൻ്റാണ് കൂടുതൽ ഡ്യൂട്ടീസ് ഉള്ളത് അല്ലേ? ഇദ്ദേഹമാണ് അതായത് സുപ്രീം കോർട്ടിലെ എല്ലാ ജഡ്ജിമാരെയും നിയമിക്കുന്നത്
ദി പ്രസിഡൻ്റ് ആണ്. ഓൾ ദി ജഡ്ജസ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ആൻഡ് ദി ഹൈ കോർട്ട് ഈസ് ദി ഹയസ്റ്റ് ജുഡീഷ്യൽ ബോഡി ഇൻ എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൻ്റെ ഹയസ്റ്റ് ജുഡീഷ്യൽ കോർട്ട് എന്ന് പറയുന്നത് ഹൈക്കോർട്ടാണ്. ദി ഹൈക്കോർട്ട് ഈസ് ദി ഹയസ്റ്റ് ജുഡീഷ്യൽ ബോഡി ഇൻ എ സ്റ്റേറ്റ് ആൻഡ് ദെയർ ആർ ഓൾസോ ലോവർ കോർട്ട്സ് ഇൻ എവരി സ്റ്റേറ്റ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കോർട്ടുകളും എല്ലാ സ്റ്റേറ്റുകളിലും കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഈച്ച് ഡിസ്ട്രിക്ട്സ് ഇൻ ദി സ്റ്റേറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ കോർട്ട്. ഓരോ ഡിസ്ട്രിക്റ്റിനും ഓരോ സ്റ്റേറ്റിനും ഒക്കെ അവരുടേതായിട്ടുള്ള കോർട്ടുകൾ ഉണ്ട്. മനസ്സിലായോ? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫോർ ആൻ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറിക്കുള്ള വിഭാവന ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദ സുപ്രീം കോർട്ട് ഇൻ ന്യൂഡൽഹി ഈസ് ദി ഹയസ്റ്റ് ജുഡീഷ്യൽ ബോഡി ഇൻ അവർ കൺട്രി ആൻഡ് ഗിവ്സ് ദി ഫൈനൽ ജഡ്ജ്മെൻറ്റ് ഇൻ എനി ലീഗൽ കേസ്. ഏത് കേസിൻ്റെയും, അതായത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഹൈക്കോർട്ടിൽ നിന്നൊക്കെ പോയി എന്തെങ്കിലും അപ്പീൽ കൊടുത്തത് എന്തെങ്കിലും കേസിന് വിധി വരണമെങ്കിൽ നമ്മൾ അങ്ങ് അതായത് സുപ്രീം കോർട്ട് വരെ നമുക്ക് പോകാം. അവിടെ നിന്നുള്ള നിയമം, ആ നിയമത്തിന് ഫൈനൽ ജഡ്ജ്മെൻറ്റിന് വേറെ ആർക്കും ചോദ്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ദ സുപ്രീം കോർട്ട് ഇൻ ന്യൂഡൽഹി ഈസ് ദി ഹയസ്റ്റ് ജുഡീഷ്യൽ ബോഡി ഇൻ അവർ country. It gives the final judgment in any legal case. And how many judges in the Supreme Court? Total 31 judges in Supreme Court. And the highest judicial position is the Chief Justice. And all the judges are appointed by the President. പിന്നെ നെക്സ്റ്റ് ദി ഹൈ കോർട്ട് ഇസ് ദി ഹയസ്റ്റ് ജുഡീഷ്യൽ body in state. High Court is the highest judicial body in our state, and these are also lower. There are so many lower courts in the states. Each district, the state has its own court. Then now we completed the fifth chapter. നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇച്ചിരി ടഫായിട്ടുള്ള ഇതാണെന്ന് തോന്നുന്നു അല്ലേ? സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ടെക്സ്റ്റ് ബുക്ക്, എക്സസൈസ്. ഇനി ഒരു പാഠം കൂടി ഉള്ളല്ലേ നമുക്ക് പഠിക്കാനായിട്ട് എക്സാമിന്. ചാപ്റ്റർ 6ഉം അതുകൊണ്ട് തീരെ ഒരു ചാപ്റ്ററും കൂടി ഉള്ളൂ. ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ച് നോക്കുക. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് തന്നെ ചെയ്യുമോ? ടെക്സ്റ്റ് വായിച്ച് നോക്കിയിട്ട് ആൻസർ കണ്ടുപിടിക്കുക കേട്ടോ. ടിക്ക് ദി കറക്റ്റ് ആൻസർ ഉണ്ട്, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ഉണ്ട്, പിന്നെ ആൻസർ ദി ക്വസ്റ്റ്യൻ ടീച്ചർ ഇട്ട് തന്നേക്കാം. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.